എൻ്റെ പേര് മരിയ ബെറ്റ്സി. ഞാൻ അരൂർ സെയിൻറ്റ് അഗസ്റ്റീൻസ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂൺ 9, 2019 എൻ്റെ അമ്മ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2018. അപ്പം ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു എങ്കിലും എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എറണാകുളത്ത് തന്നെ എല്ലാ ഫേമസ് കോളേജസിലും പോയെങ്കിലും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് ഡിപ്രസ്ഡായി. അപ്പോൾ അമ്മ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് അമ്മയോടൊപ്പം പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കുടുംബം ഒന്നിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്കാമെന്ന് നേരുക, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു. ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ 7 പ്രാവശ്യം 7 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എറണാകുളത്ത് തന്നെ ഫസ്റ്റ് ഗവൺമെൻറ് ഓട്ടോണോമസ് കോളേജായ മഹാരാജാസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷേ ആദ്യം അവിടെ കിട്ടിയെങ്കിലും എനിക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എൻ്റെ ഒരു അക്കാഡമിക്സിൽ ഏറ്റവും നല്ലൊരു കോളേജായിട്ട് അത് മാറി. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സ്ട്രീമിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് നൽകിയാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. അതിനുശേഷം പിന്നീട് എനിക്ക് എൻ്റെ കരിയറിലും കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ചയുണ്ടായി. ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് പഠനങ്ങളുടെയും അതുപോലെ തന്നെ ജോലിയുടെയൊക്കെ സമയമായപ്പോഴത്തേക്ക് മാനുഷികമായ തിരക്കുകൾ കൊണ്ട് എൻ്റെ ഉടമ്പടിയിൽ ചെറിയൊരു ഉഴപ്പ് സംഭവിച്ചു. അപ്പോൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും, എന്നാലും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളൊക്കെ എനിക്ക് തീക്ഷ്ണതയോടെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ ജോലി ചെയ്തു. ഞാനൊരു അധ്യാപികയാണ്. എനിക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു സ്കൂളിലാണ് മാതാവ് എനിക്ക് ആദ്യമേ തന്നെ ജോലി നൽകി അനുഗ്രഹിച്ചത്. ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു. അപ്പോൾ അതിനെ വളരെയധികം ഉയർത്തി. മാതാവിന് അതിന് നന്ദി പറയുന്നു. ഞാൻ 4 വർഷമായി ഇവിടെ പഠിപ്പിക്കുന്നു. ഇതെൻ്റെ 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്ത് പോയി ടീച്ചിങ് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അത് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചോ എന്ന് ഓർക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ അതങ്ങനെ പോയി. പിന്നീട് പല സ്ഥലത്തും അപ്ലൈ ചെയ്യുമായിരുന്നു, പക്ഷേ ഒന്നും അങ്ങനെ വന്നില്ല. പക്ഷേ എൻ്റെ ജോലി ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ വർഷം ഞാൻ അപ്ലൈ ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ അത് മാൽഡീവ്സിൽ നിന്നായിട്ടായിരുന്നു. അവിടെ നിന്ന് ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, സെലക്റ്റഡ് ആയി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലി ഒരു നോട്ടീസ് പീരീഡ് പോലും ഇല്ലാതെ ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ഒക്ടോബർ 10 ജോയിൻ ചെയ്യണമെന്നുള്ള രീതിക്കായിരുന്നു എനിക്ക് വന്നിരുന്നത്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോൾ പൂജ ഹോളിഡേയ്സിൻ്റെ ഒരു സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഒക്ടോബർ 10 മുന്നേ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കോൺടാക്റ്റ് ചെയ്ത ഏജൻസിയുമായിട്ടൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വിസയോ ടിക്കറ്റോ ഒന്നും വന്നില്ല. എൻ്റെ ഓഫർ ലെറ്ററിൽ വന്ന ഡേറ്റ് കഴിയാറായി. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കാരണം എൻ്റെയർ ഗവൺമെൻറ് പോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവിടത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന മെറിറ്റായിട്ടുള്ള എൻ്റെ ജോലി പോയി. അപ്പോൾ ജോലി പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടെൻഷനായി. കാരണം ജോലി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കുറച്ചായിരുന്നു. ജോലിയുടെ തിരക്കുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മേനോട് പ്രാർത്ഥിക്കണം, കൊന്ത ചൊല്ലണം, അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കണമെന്ന് പറയുമെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിലൊക്കെ കുറച്ച് ഉഴപ്പ് സംഭവിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ മെറിറ്റായിട്ടുള്ള ജോലി പോയപ്പോൾ ഞാൻ പിന്നീട് നന്നായിട്ട് അനുതപിച്ചു. കാരണം എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒരു ഒക്ടോബർ മാസം കൊന്തമാസം ആയിരുന്നതുകൊണ്ട് ഒരുപാട് കൊന്ത ചൊല്ലാൻ തുടങ്ങി, ജപമാലയിലൂടെ വളരാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, പിന്നീട് കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ കുർബാനയ്ക്ക് ഞാനും അമ്മയും എല്ലാ ദിവസവും പോകുമെങ്കിലും ചില തിരക്കുകളൊക്കെ വരുമ്പോൾ, സ്കൂളിൽ നിന്നുള്ള തിരക്കുകളൊക്കെ വരുമ്പോൾ എനിക്ക് പലപ്പോഴും പോകാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ 2 കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നീട് അമ്മേനോട് പറഞ്ഞു, വന്ന് ഉടമ്പടി പുതുക്കണം, പ്രാർത്ഥിക്കണം, വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒക്ടോബർ 16 വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. അപ്പോൾ എല്ലാ നിയോഗങ്ങളും എഴുതി മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഞാൻ കൂടുതൽ നിയോഗമൊന്നും എഴുതിയില്ല. മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്നെ ഉയർത്തണമേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് എന്നിൽ നിറവേറട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ
നിയോഗങ്ങൾ വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കത് കിട്ടണേ, എനിക്ക് ഓഫർ ലെറ്റർ വന്നു, ഇനി വിസ വരണേ, കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു നീക്കുപോക്കം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിസ തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ടും ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഭവനമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരുപാട് സമയം ഞാൻ എടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ജപമാലകൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാൻ തുടങ്ങി. 4 ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി. കാരണം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ജോലി 3 പേർക്കും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അനിയനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോകും, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിൽ നിന്ന് ഒക്ടോബർ മാസം ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ മാതാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു ആശ്വാസത്തിൽ മാതാവിൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവിന് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നാണ് മുട്ടുകുത്തി കൈ പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറുണ്ട്, പാർവതി എന്നാണ് ആളുടെ പേര്. ആൾ എനിക്കൊരു അഡ്വർടൈസ്മെൻറ്റ് അയച്ചു തന്നു. അപ്പോൾ അത് ഇതുപോലെ ഒരു ഏജൻസിയിലോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോകാനുള്ളതിൻ്റെയാണ്. അപ്പോൾ ഞാൻ നോർമലി എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വൈകുകയാണെന്നേ ഉള്ളൂ എന്നുള്ള രീതിക്ക് നിന്നു. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് അപ്ലൈ ചെയ്തു. 2 ദിവസത്തിനകം തന്നെ അതിൽ നിന്ന് എനിക്ക് കോൾ വന്നു, സെലക്ട് ആയിട്ടുണ്ട്, റെസ്യൂം ഓക്കെയാണ്, ഇൻ്റർവ്യൂസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ ഒരു 4 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസാണ് ഉണ്ടായിരുന്നത്. പ്രിൻസിപ്പൽ മീറ്റ് ഉണ്ടായിരുന്നു, HR, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു, ഡെമോ ക്ലാസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ പതിയെ ഇങ്ങനെ മൂവ് ആവാൻ തുടങ്ങി. വിത്തിൻ 1 മന്ത് ആ 4 ഇൻ്റർവ്യൂസും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഓരോ ഇൻ്റർവ്യൂവിന് മുമ്പും ഞാൻ മാതാവിൻ്റെ രൂപം ഞാൻ ഇരിക്കുന്ന ആ ചെയറിൽ വെച്ചിട്ട് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് മുട്ടയിൽ നിന്ന് ചൊല്ലും. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ മടിയിലിരുന്ന് എന്നെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കണം, എന്നിട്ട് പാസ്സാക്കി തരണം എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എനിക്ക് ആ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഓരോരോ വചനങ്ങൾ എനിക്ക് എവിടെ എന്നറിയില്ല, വാട്സപ്പ് എടുത്താലോ ഇൻസ്റ്റഗ്രാം എടുത്താലോ എനിക്ക് ഓരോരോ വചനങ്ങൾ വരാനായിട്ട് തുടങ്ങി. അച്ഛൻ്റെ ടോക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് വചനങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ വചനങ്ങളൊക്കെ എനിക്ക് എഴുതണമെന്നുള്ളൊരു ബോധ്യം കിട്ടി. ഞാനതെല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചു. ഞാനപ്പോൾ അത് സ്കൂളിലേക്ക് എടുത്ത ഒരു ബുക്കാണ്. പക്ഷേ ഞാൻ ആ ബുക്കിൽ തന്നെ മാതാവിനോട് പറഞ്ഞു, ഞാനിത് റെഡ് പേന കൊണ്ട് എഴുതുകയാണ്. ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം റെഡ് പെൻ എന്ന് പറയുന്നത് ടീച്ചർമാർ കൂടുതലും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഈ റെഡ് പേന വെച്ച് എഴുതാൻ പോവാണ്. അപ്പോൾ മാതാവ് എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം എനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വന്ന് ഏകദേശം ഒരു 10-60 വചനങ്ങളോളം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിലാണ് ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യം കഴിയുമ്പോഴും ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ജപമാല എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 മിനിറ്റോളം നിൽക്കുന്ന ഒരു ജപമാലയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. പിന്നീട് അപ്പോൾ എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ വേഗം മൂവായി. 4 ഇൻ്റർവ്യൂസ് പാസ്സായി, അതിൻ്റെ ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഓരോ ചൊവ്വാഴ്ചകളിലാണ്. ഏജൻസിക്കാർ ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ട് ബുധനാഴ്ചയാണെന്ന് പറയുമെങ്കിലും എനിക്ക് വരുന്ന മെസ്സേജസിലെല്ലാം അത് ചൊവ്വാഴ്ചയായിരിക്കും അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ടോക്ക് കഴിയുമ്പോഴാണ് ഓരോ കോളും കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഡെമോ ക്ലാസ്സിൻ്റെ ഒരു സമയത്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയം എനിക്ക് മാതാവ് ഒരു അടയാളം തന്നായിരുന്നു. ഞാനൊരു 2:30-3 മണിയുടെ സമയത്ത് അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ആ ഒരു സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അപ്പോൾ അത് 7 തവണ കൈവിരിച്ച് പിടിച്ച് മുട്ടുകുത്തി എന്നാണ് ഞാൻ ചൊല്ലുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കും, നീലത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് മാതാവ് എനിക്ക് റോസാപ്പൂവിൻ്റെ ഒരു അടയാളം തന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെസ്സേജ് വന്നത്, ഇതുപോലെ ഇൻ്റർവ്യൂ ഉണ്ട്, സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ വചനങ്ങളും ഉടമ്പടിയുമായിട്ട് റിലേറ്റ് ചെയ്ത വചനങ്ങളാണ്. ദൈവം പഴയ നിയമ ജനതയോട് ചെയ്ത ഉടമ്പടിയുടെ ഓരോ വചനങ്ങളാണ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പിന്നീട് എനിക്ക് സ്കൂളിലൊക്കെ സെലക്റ്റായി കഴിഞ്ഞപ്പോൾ സ്കൂളിൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത വചനങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഒലീവ് എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ആ വചനങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഹോസിയ 14:5 എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ മാതാവ് എനിക്ക് തരും എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, മാതാവ് അത് ഉറപ്പിച്ചു, നിനക്ക് തന്നെയാണ്. പക്ഷേ എന്നാലും മാനുഷികമായ രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. കാരണം ഒന്നും എനിക്ക് എന്താണെന്നൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും അറ്റസ്റ്റേഷൻ ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു. അതുപോലെ തന്നെ ഒക്ടോബർ 25 ഞാൻ
ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടി വന്ന് പങ്കെടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു ഇവിടുന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഞാൻ സ്കാർഫ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജപമാല റാലിക്ക്. ഞാൻ ഓർത്ത് കൊന്ത ചൊല്ലി നടന്നാൽ മതിയല്ലോ, സ്കാർഫ് എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു സ്കാർഫ് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ജപമാല ചൊല്ലി നടക്കാം, നോക്കട്ടെ എന്നുള്ള ഏൽപ്പിട്ടു. എന്നിട്ട് ഞാൻ അമ്മച്ചനോട് പറഞ്ഞു, മാതാവ് എനിക്ക് മഴവില്ലൊരു അടയാളമായിട്ട് കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ സ്കാർഫ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് നമ്മൾ കടൽ തീരത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റി മഴവില്ല്. അപ്പോൾ തന്നെ ഞാൻ സ്കാർഫ് എടുത്തിട്ട് മാതാവിനോട് മാതാവ് ചെയ്തതിന് സോറിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളും പ്ലസ് എൻ്റെ പാസ്പോർട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ള ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ ജപമാല ചൊല്ലി ജപമാല റാലിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു മാതാവിൻ്റെ മഴവില്ല് അവിടെ തെളിഞ്ഞിരിക്കുന്ന ഒരു അടയാളമായിട്ട്. കാരണം എല്ലാവരും ഇങ്ങനെ കൊന്ത ചൊല്ലി വേഗം നടന്നു പോകണം, ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ നോക്കിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ആ പരിസരത്ത് നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്ത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ എൻ്റെ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഷൂസാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഷൂസിൽ കടൽ തീരത്തെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാനെടുത്തപ്പോൾ ഞാനിങ്ങനെ ആ മണ്ണ് എൻ്റെ കയ്യിലൊരു കൈക്കുമ്പിളിൽ മണ്ണിങ്ങനെ കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ലക്ഷക്കണക്കിന് പേര് അമ്മയുടെ ജപമാല ചൊല്ലി നടന്നുപോയ മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് ഞാൻ എൻ്റെ നടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൽ മുട്ടുകുത്തി എന്നാണ് കുറേ തവണ ഞാൻ പ്രാർത്ഥിച്ചത്. കുറച്ച് മണ്ണേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരാഴ്ചയോളം ഞാൻ അതിലിങ്ങനെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു. എനിക്ക് വേഗം തന്നെ വിസ വന്നു, ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ വന്നു. വിത്തിൻ 2 months, അതായത് ഒക്ടോബർ 16 ഞാൻ ചെയ്തു. സെപ്റ്റംബർ 16 ആയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. വീണ്ടും ഒക്ടോബർ 16, സെപ്റ്റംബർ 16, അതിനടുത്ത് തന്നെ ഡിസംബർ 16 ആ ഒരു സമയത്തിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ വിസയും കിട്ടി, എൻ്റെ ടിക്കറ്റും കിട്ടി. ഈ വരുന്ന ഡിസംബർ 31 ഞാൻ ഖത്തറിലോട്ട് പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഏറ്റവും നന്ദി പറയുന്നു എനിക്ക് ചെയ്തുതന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. ഇനി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു നല്ല ഭവനം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ സമയത്ത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി. അപ്പോൾ എത്ര നോക്കിയിട്ടും ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനെ വന്ന് ഇവിടെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് കാശ് രൂപം തന്നു. അപ്പോൾ ഞാനും അമ്മച്ചിയും കുടുംബാംഗങ്ങളെല്ലാവരും ചെറിയ പ്രാർത്ഥന പോലെ ആ പറമ്പിന് ചുറ്റും നടന്ന് ജപമാല ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കാശ് രൂപം അവിടെ കുഴിച്ചിട്ടു. പിന്നെ വിഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യുമായിരുന്നു അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഏത് സ്ഥലമാണോ ഞങ്ങൾ വിൽക്കാനായിട്ട് ആഗ്രഹിച്ചത്, ഞങ്ങൾ കാശുരൂപം ഇട്ട ആ സ്ഥലത്തു കൂടി തന്നെയാണ് അതിങ്ങനെ അളന്ന് കൃത്യമായിട്ട് പോയത്. ഞങ്ങൾക്ക് വളരെ നല്ലൊരു മനോഹരമായ ഭവനം നൽകി അനുഗ്രഹിച്ചു. 2023 മാതാവ് തന്നത്. കോവിഡിൻ്റെ ആ ഒരു സമയമൊക്കെ ആയിരുന്നു കാരണം എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ നട തന്നെയാണ്. അപ്പോൾ ആര് വന്നാലും ഞങ്ങളുടെ വീട്ടിൽ അവർ പറയും, ദൈവത്തിന് ഏറ്റവും മനോഹരമായൊരു സ്ഥലം നിങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളത്. ഇപ്പോഴും ഈ ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. അത് മാതാവിൻ്റെ ഒരു വലിയ കൃപയാണെന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് മാതാവ് ഒരുപാട് അടയാളങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂസൊക്കെ പാസ്സാവണേൻ്റെ ആ സമയത്ത് റോസാപ്പൂവിൻ്റെ ഇതിലും തിരിയിൽ പിന്നെ ഹാർട്ടിൻ്റെ ഇതിലൊക്കെ കണ്ടായിരുന്നു. അതുപോലെ സുഗന്ധാഭിഷേകം ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം പലപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് മാതാവിൻ്റെ തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ഉഴപ്പിക്കളഞ്ഞ ഉടമ്പടിയിൽ നിന്ന് തിരിച്ച് പുതുക്കി വന്നപ്പോൾ അകലാൻ കാണിച്ച ഒരു ഇതിൽ നിന്ന് ഏറ്റവും അടുക്കാനായിട്ട് 10 ഇരട്ടി തീക്ഷ്ണതയോടെ അടുത്ത് കഴിഞ്ഞപ്പോൾ മാതാവ് കൃപകൾ വാരിക്കോരി ചൊരിയുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നീട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെട്ടപ്പോൾ മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഡിസംബർ 7 ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാതാവിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ ക്യൂവിൽ നിന്ന് മാതാവിനെ കണ്ടു. അന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ മുട്ടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവിനും എൻ്റെ പൊന്നീശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പാടില്ലാതെ ഒരു ഓപ്പറേഷൻ ചെയ്തൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു മാസത്തേക്ക് അല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ സന്ദർശിച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ കാണുന്ന ഇതിലൊക്കെ ജെനുവിനായിട്ടുള്ള കേസസിൽ എന്നാൽ കഴിയാവുന്ന വിധത്തിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, ധനസഹായം ചെയ്യാറുണ്ടായിരുന്നു.
അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഓരോ മാസം ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകും. എന്നിട്ട് ആ പത്രത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലും, ഒരു സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി അതിൻ്റെ ഒപ്പം വിശുദ്ധ തൈലവും പുരട്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേ കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ കുറേ പേര് കിട്ടിയെന്ന് പറയും, അല്ലെങ്കിൽ വാങ്ങിക്കില്ല. അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. അപ്പോൾ ഞാനത് പിന്നീട് ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളുകൾ ചോദിക്കും, നിങ്ങളുടെ നിയോഗം, മോളുടെ നിയോഗം എന്താ, ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. ഇനിയും ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് മാതാവ് എന്നെ സഹായിച്ചു. ജപമാലകൾ ചൊല്ലാനും പരിശുദ്ധ കുർബാനയിൽ വളരെ ഭക്തിയോടുകൂടി പങ്കെടുക്കാനും കുമ്പസാരത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എല്ലാം മാതാവ് വളരെ ശക്തമായിട്ട് തന്നെ എനിക്ക് പ്രചോദനം നൽകി എന്നെ സഹായിച്ചു. ഇതിനെല്ലാത്തിനും പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി കോടാനുകോടി നന്ദി പറയുന്നു.